യൂഷ്വലി ഞാൻ ഫ്ലൈയിങ് ഡേ എന്ന് പറഞ്ഞൊരു വ്ളോഗ് ആഡ് ചെയ്യാറുണ്ട്. ഇത്തവണ ആ വ്ളോഗൊന്നും എടുത്തില്ല. കാരണം ഒന്നും കൊണ്ടല്ല, ഇതെല്ലാം എഡിറ്റ് ചെയ്യാനും പിന്നെ ഒരു റിപ്പറ്റേറ്റീവ് രീതിയാണല്ലോ യൂഷ്വലി എയർപോർട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചു. അതൊന്നും റെക്കോർഡ് ചെയ്തില്ല. ജസ്റ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫും മാത്രം റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ട്രിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്കുണ്ടായ കുറച്ച് ദുരനുഭവങ്ങൾ പറയാം. ഫസ്റ്റ് വൺ, നമ്മുടെ കൊച്ച് തലകറങ്ങി വീണു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു ഷട്ടിൽ ബസ് കയറണമായിരുന്നു. ബസ്സിലേക്ക് കയറി അണ്ടിൽ തന്നെ എവറിത്തിങ് വാസ് ഫൈൻ. ബസ്സിലോട്ട് കയറുകയും അവൻ പെട്ടെന്ന് ബോധം മറിഞ്ഞ് വീണു. ചിലപ്പം ചൂട് കൂടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇയറിൻ്റെ ബാലൻസ് പോയതായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. ഈ കാണുന്ന ആംബുലൻസാണ്. പക്ഷേ എയർപോർട്ട് സ്റ്റാഫ് പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു. അവർ വന്നു, ബ്ലഡ് പ്രഷർ നോക്കി, ബ്ലഡ് ഷുഗർ നോക്കി, ബേസിക് ടെസ്റ്റുകളെല്ലാം ചെയ്തു. എല്ലാം നോർമലാണെന്നാണ് അവർ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞിട്ട് ആൾ പെട്ടെന്ന് ആക്റ്റീവായി, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. എനിവേ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നുകൊണ്ട് നമുക്ക് പ്രയോറിറ്റിയിൽ കയറി വരാൻ പറ്റി. ക്ലിനിക്കിൻ്റെ സ്റ്റാഫ് തന്നെ നമ്മളെ വെളിയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടി. പക്ഷേ വി വർ ഷോക്ക്ഡ്. നമ്മൾ വന്നത് വരവേൽപ്പേ ഒരു ഷോക്കിലൂടെ ആയിരുന്നു. വെരി ഇംപ്രസ്ഡ് വിത്ത് കെയർ. എനിക്ക് തോന്നില്ല കമ്പയർഡ് ടു UK. അതെ, UK ഇത്രയും ഒരു റെസ്പോൺസ് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. അല്ലേ ബ്രോ? ബ്ലഡ് ഷുഗർ ചെക്ക്. How much was his blood sugar? Blood sugar 136. മറ്റേ നമ്മുടെ അവിടെ mg per ഇല്ലല്ലോ. ഇന്ത്യയിലെ പോലത്തെ പറയുന്നത് 136 ആയിരുന്നു. ബ്ലഡ് പ്രഷറും എല്ലാം നോർമൽ ആയിരുന്നു. എനിക്കൊന്ന് മോഷൻ സിക്നസിന്റെ പ്രശ്നം കുറവായിരുന്നു, 95 അങ്ങനെ നമുക്കൊരു ടർക്കിയിലേക്ക് ഒരു ഉഗ്രം വരവേൽപ്പാണ് കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. ആംബുലൻസിനാണോ ഇറങ്ങിയത്? അല്ല, നമുക്ക് എയർപോർട്ടിന് പുറത്ത് ആംബുലൻസിൽ ഇവിടെ വരെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഇമ്പ്രൂവ് ഡിസേബിൾഡില് ചെയറിലിരുന്നിട്ട് ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടിയാണ് ഞാൻ ഇമ്പ്രൂവ് പോകുന്നത്. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. പിന്നെന്താണ് രണ്ട് സൈഡുള്ള വരുമ്പോൾ ഇസ്താൻബുളിൽ ടർക്കിയെ കുറിച്ച് ഫുൾ വിവരമുള്ള ഒരാൾ പറഞ്ഞു തരികയാണ്. കേൾക്കൂ സുഹൃത്തുക്കളെ, കേൾക്കൂ. എന്താണ് രണ്ട് സൈഡ്? രണ്ട് കോണ്ടിനെന്റിലാണ്. അതിന് ഒരു സൈഡുണ്ട് യൂറോപ്യൻ സൈഡുണ്ട്, ഒരു സൈഡ്. അന്നേരം യൂറോപ്യൻ സൈഡിലുള്ളവരെല്ലാം വെളുത്തവരും ഏഷ്യൻ സൈഡിലുള്ളവരെല്ലാം ഇച്ചിരി കളർ കുറഞ്ഞവരാണോ? ഇന്നിപ്പോ ഈ ജനല് പറഞ്ഞ് ഇപ്പൊ പുറത്ത് കളയണോ, പിന്നത്തേക്ക് മാറ്റി വെക്കണോ? അങ്ങനെ ആ ഒരു ഷോക്കിൽ നിന്ന് നമ്മൾ ഒരു വിധത്തിൽ റിക്കവറായി നമ്മൾ ഹോട്ടലിലൊക്കെ എത്തി. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു രണ്ടാമതൊരു അനുഭവം കൂടെ ഉണ്ടായി. അത് വ്ളോഗിൻ്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അത് അന്നേരം തന്നെ അവിടെ വെച്ചിരുന്ന് റെക്കോർഡ് ചെയ്തതാണ്. താങ്ക് യു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. നമ്മൾ ടൂർ പാക്കേജ് ഒന്നും എടുത്തല്ല വന്നത്. നമ്മളെല്ലാം booking.com ത്രൂ ബുക്ക് ചെയ്യുമായിരുന്നു. ഹോട്ടലും എയർപോർട്ടിൽ നിന്നുള്ള ടാക്സിയും എല്ലാം അങ്ങനെയാണ് ചെയ്തത്. റൂമിൽ വന്നത് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ എത്ര മണിയായി? നമ്മുടെ UK-യും ടർക്കിയും തമ്മിൽ 2 മണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ട്. 2 മണിക്കൂർ മുന്നെയാണ് ടർക്കി. Yeah, that's a 3D picture. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് കഴിക്കാൻ വന്നേക്കാണ്. പിസ്സ ആൻഡ് പാസ്റ്റ. ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളാണ്. വിശന്നിട്ട് എല്ലാം ഓർഡർ ചെയ്തു. നമ്മൾ നെക്സ്റ്റ് സിം കാർഡ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ ആൻഡ് സീ ഇഫ് വി ഗെറ്റ് വൺ. എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആൾക്കാരെ പറ്റിക്കുന്ന ഐസ്ക്രീം കഴിക്കാൻ പോയി. പാവം എൻ്റെ കൊച്ച്, അവന് ഇതറിയാതെ അവന് ഐസ്ക്രീം അവർ കൊടുക്കാത്ത അത് വിചാരിച്ച് അവനിരുന്ന് കരഞ്ഞു. ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോയി. ഒന്നാണ് അത് ഫസ്റ്റ് വണ്ണാണ് കോളം ഓഫ് കോൺസ്റ്റന്റിൻ. ഇത് കണ്ടു. അത് കഴിഞ്ഞിട്ട് കാണാൻ പോയത് ബ്ലൂ മോസ്ക് കണ്ടു. ഈ മോസ്കിൻ്റെ പേര് സുൽത്താൻ അഹമ്മദ് മോസ്ക്, പക്ഷെ അറിയപ്പെടുന്നത് ബ്ലൂ മോസ്ക് എന്നാണ്.
ഇതാണ് ബ്ലൂ മോസ്ക്. മോസ്കിനുള്ളിൽ കയറാനായിട്ട് ഫ്രീ ആണ്, പക്ഷേ ആണുങ്ങൾക്ക് ഷോർട്ട്സും ഇട്ട് കയറാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് അതുപോലെ ഹെഡ് കവർ ചെയ്യണം. അകത്ത് ബോറോ ചെയ്യാൻ പറ്റും സ്കാർഫ്, പക്ഷേ നമ്മൾ അതുകൊണ്ട് കയറിയില്ല. നമ്മൾ ജസ്റ്റ് വെളിയിൽ നിന്ന് കണ്ടിട്ടങ്ങ് തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്തതൊരു ടോംബാണ്. ഓട്ടോമാൻ്റെ ഭരണകാലത്തുള്ള ആ സമയത്തുള്ള ആൾക്കാരുടെയൊക്കെ കൂടെയുള്ള ഒരു ടോംബാണ്. ഇസ്താൻബുൾ കറങ്ങാനായിട്ട് നമുക്ക് 2 രീതിയിൽ കറങ്ങാം. ഒന്നെങ്കിൽ ടാക്സി, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാമാണ്. നമ്മൾ ട്രാമിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു കാർഡൊക്കെ എടുക്കണം, എന്നിട്ട് അത് റീചാർജ് ചെയ്യണം. അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. 2 ദിവസം നമ്മൾ ഇസ്താൻബുളിലുള്ളൂ, അതുകൊണ്ട് പിന്നെ നമ്മൾ ട്രാമിൻ്റെ കാർഡൊന്നും എടുക്കാൻ പോയില്ല. നമ്മൾ ടാക്സിയും പിന്നെ നമ്മൾ ബൈ വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ള ഏരിയസ് മാത്രമേ നമ്മൾ കറങ്ങിയുള്ളൂ. ഉണ്ട് ചെസ്നട്ട് ഇവിടുത്തെ ഒരു ഭയങ്കര ഒരു കബാബ് ഷോപ്സ് അല്ലേ. ബെൻസ് ബെൻലിയിലൊക്കെയാണ് പോലീസ് നടക്കുന്നത്. അതിനങ്ങനെ പോലീസുകാർക്ക് ഒരു റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ കാറുകൾ അവര് പോലീസിലേക്ക് അതിനങ്ങനെ പറ്റുമോ? അതിന് അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു. അല്ലാണ്ട് ഇവര് ഗവൺമെന്റിന് പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. So that is hieroglyphics, like Egyptians used to like write with hieroglyphics because they didn't know like how to write real letters. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി ഒരു റീലൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചതാണ്. വലിയൊരു ഇവൻറ്റ്ഫുൾ ഡേ കഴിഞ്ഞു. ആകെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എനിക്കറിയുന്ന ഇറ്റ്സ് എ സ്കേറി ഡേ. വന്നിറങ്ങിയപ്പം ഇമ്പ്രൂവ് തല കറങ്ങി വീണ് ആംബുലൻസ് വിളിച്ച് ഒരു വ്യക്തി ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ജസ്റ്റ് പോരുന്നതിന് മുന്നേ എന്നാൽ ഒരു റീൽ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ ബാഗ് താഴെ വെച്ച് സിയാന വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അന്നേരം 2 പെൺപിള്ളേർ വന്നിട്ട് ചോദിച്ചു, ടർക്കിയിലാണ് ചോദിച്ചത്, ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഞാൻ സിയാനെ ഏൽപ്പിച്ചല്ലോ. വീണ്ടും അത് തന്നെ എടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക, ഫോട്ടോ വേണോ വീഡിയോ വേണോ. വേണ്ടാന്ന് പറഞ്ഞിട്ട് അന്നേരത്തേക്കും മറ്റുള്ള പറയുന്നത് പോവാന്ന് പറഞ്ഞിട്ട് 2 പേരും ഭയങ്കര സ്പീഡ് നടന്നു വന്നു. എന്തുകൊണ്ടോ ദൈവമായിട്ട് എന്നെ ഓർമ്മിപ്പിച്ചു. എനിക്ക് പെട്ടെന്ന് എൻ്റെ ബാഗ് ഇന്ത്യന്ന് പെട്ടെന്ന് ദൈവമായിട്ട് ഓർമ്മിപ്പിച്ചു. അങ്ങനെ ചേട്ടൻ പുറകെ ഓടി, ഞാനും പുറകെ ഓടി. പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, അയ്യോ പിള്ളേർ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പിള്ളേരെ നോക്കാം, നീ അവളമാരെ വിടരുത്, ഓടിക്കോളാൻ പറഞ്ഞു. കാരണം നമ്മുടെ പാസ്പോർട്ട് അതിനകത്തുണ്ട് 4 പേരുടെയും. അന്നേരം ഞാൻ പെട്ടെന്ന് പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഞാനും പതുക്കെ പുറകെ ചെന്ന്. അന്നേരത്തേക്ക് ചേട്ടൻ്റെ ബാഗ് കിട്ടി. എനിക്ക് പക്ഷെ അവളമാരെ വിടാൻ പറ്റുന്നില്ല. അന്ന് ഞാൻ എന്നിട്ട് അവളമാരെ പുറകെ കുറച്ച് ചീത്ത വിളിച്ച് ഞാൻ ഓടി. അങ്ങനെ എനിവേ ഭാഗ്യത്തിന് ബാഗ് കിട്ടി. എൻ്റെ ബാഗിൽ സത്യം പറയണതിനായ പൈസ ഇല്ലായിരുന്നു. ഭാഗ്യത്തിന് സാധാരണ എൻ്റെ ബാഗിൽ വല്ല പൗണ്ട് വല്ല കോയിൻസും നോട്ട്സും ഒക്കെ കാണുന്നതാണ്. ഭാഗ്യത്തിന് ഞാൻ വേറൊരു പുതിയ ബാഗ് വാങ്ങിച്ച് വന്നേക്കുന്നതുകൊണ്ട് പിന്നെ എൻ്റെ കയ്യിൽ പൗണ്ട് ഇവിടെ കൊണ്ടുവന്നൊരു കാര്യമില്ലോ എന്ന് കരുതി ഞാൻ എടുത്തില്ല. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റവും ഇല്ലായിരുന്നു അതിനകത്ത്. ആകെ ഉണ്ടായിരുന്നത് എൻ്റെ പാസ്പോർട്ടാണ്. ആ ഒരു ടെൻഷനിലാണ് നമ്മൾ ഓടിയത്. നമുക്കത് കിട്ടി. എനിക്കിപ്പോൾ പറയുമ്പോഴും എനിക്ക് നെഞ്ചിടിപ്പാണ് ഭയങ്കരമായിട്ട്. ഇവർക്കൊരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ വീഡിയോസ് ഫോട്ടോസ് ഇങ്ങനെയൊക്കെ ഒത്തിരി എടുക്കുന്നവർ, നമ്മുടെ കയ്യിൽ ഗിംബലൊക്കെ ഉണ്ടായിരുന്നു, അന്നേരം ഇങ്ങനെ എടുക്കുന്നവർ ഡിസ്ട്രാക്റ്റ് ആവാൻ ഈസിലി പോസിബിൾ ആണല്ലോ. അങ്ങനെ അവർ ആ ഒരു ഇതിലാണ് ഒന്ന് ഫോട്ടോ എടുത്തു തരാമെന്ന് 2 പേര് വന്ന് പറഞ്ഞു. ഒരാൾ പുറകിൽ നിന്ന് ബാഗും വലിച്ചുകൊണ്ട് ഓടി. അയ്യോ, ഇനിയൊന്നും പറയാനില്ല, എനിക്ക് വാക്കുകളില്ല. ആകെ മരവിച്ചൊരവസ്ഥയിലാണ്. അപ്പം ബൈ.